നമസ്കാരം. KSRന്റെ 5-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ 4 എപ്പിസോഡുകളിൽ നമ്മൾ എടുത്ത ക്ലാസ്സുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അത് മാത്രം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ അത് കൂടി കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവും. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ സ്ക്രീന് ക്വസ്റ്റ്യൻ കാണിക്കാൻ ഓപ്ഷൻ കാണിക്കാൻ ഉപയോഗിക്കുന്നില്ല. അങ്ങനെയാകുമ്പോൾ അത് കാണിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വോക്കലായിട്ട് ക്വസ്റ്റ്യനും ആൻസറും പറയുകയാണ്. അത് സംശയമുള്ള ക്വസ്റ്റ്യൻ ആണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. സ്ക്രീനിൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ കാണിച്ച് 4 ഓപ്ഷനും കാണിച്ച് പിന്നെ അതിൻ്റെ ആൻസറും കൂടി പറഞ്ഞു പോയാൽ ഒരു 20 ക്വസ്റ്റ്യനിൽ കൂടുതൽ ഒരു അരമണിക്കൂറിൽ കൂടുതൽ ചെയ്യാൻ കഴിയുന്നില്ല. അത് ഒഴിവാക്കാൻ വേണ്ടി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പറയുക, ആൻസർ പറയുക, ആ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻസെന്റീവ് അവാർഡ്സ് in the nature of cash awards for meritorious service will be given to. അതായത് ക്യാഷ് അവാർഡിന്റെ രൂപത്തിൽ നമ്മൾ മെറിറ്റോറിയൽ സർവീസ് പറഞ്ഞിരുന്നു. ഒരു ഉദ്യോഗസ്ഥന്റെ പിന്നെ ഒരു സർവീസിലുള്ള പ്രാവീണ്യം, കഴിവ് തെളിയിക്കുന്ന ഒരു എക്സാമ്പിളൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. ഒരു ഉദ്യോഗസ്ഥന്റെ പോലീസ് ഉദ്യോഗസ്ഥന്റെ കഴിവ് കൊണ്ട് ഒരു പിന്നെ കമ്മ്യൂണൽ റൈറ്റ്, ഒരിടത്ത് ഉണ്ടാകേണ്ടിയിരുന്ന ഒരു കലാപം ഇല്ലാതാക്കാൻ സഹായിച്ചു. അദ്ദേഹത്തിന്റെ വിദഗ്ധമായ ഇടപെടലാണ്. അത് ഒരു മെറിറ്റോറിയസ് ആയിട്ടുള്ള സർവീസാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. അതിന് അദ്ദേഹത്തിന് ശരിക്കും നമുക്ക് ഒരു അത് ക്യാഷ് അവാർഡോ ഇതൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചാൽ, ഈ ക്യാഷ് അവാർഡ് അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇൻസെന്റീവ് അവാർഡ്സ് ഇൻ ദ നാച്ചുറൽ ക്യാഷ് അവാർഡിന്റെ രൂപത്തിൽ ആർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുണ്ട്. അതായത് ആൻസർ നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ് ഓൺലി. അതായത് ഈ മെറിറ്റോറിയസ് സർവീസിന് ക്യാഷ് അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ക്യാഷ് അവാർഡ് യാതൊരു വിധത്തിലും ഗസറ്റഡ് ഓഫീസേഴ്സിന് കൊടുക്കാൻ പാടില്ല. നോൺ ഗസറ്റഡ് ഓഫീസേഴ്സിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഗസറ്റഡ് ഓഫീസർക്കൊക്കെ കൊടുക്കാവുന്ന ഇൻക്രിമെന്റ്, അഡ്വാൻസ് ഇൻക്രിമെന്റ് ഒക്കെ കൊടുക്കുന്ന രീതി ഉണ്ടല്ലോ, അതൊക്കെ ആവാം. അതുപോലെയല്ല, ഈ ക്യാഷ് അവാർഡ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആൻസർ നോൺ ഗസറ്റഡ് ഓഫീസർക്ക് മാത്രമേ മെറിറ്റോറിയസ് സർവീസിന് ക്യാഷ് അവാർഡിന്റെ രൂപത്തിൽ ഒരു ഇൻസെന്റീവ് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: A person who is deputed for training with a view to employment in government service is called. ഒരു ഗവൺമെന്റ് സർവീസിൽ ഒരു ജോലി കൊടുക്കണം എന്ന ഉദ്ദേശത്തോടെ ഒരു വ്യക്തിയെ ട്രെയിനിങ്ങിന് വിട്ടാൽ ആ പീരീഡിന് പറയുന്ന പേരെന്താണ്? നമ്മൾ പഠിച്ചതാണ് ഡെഫിനിഷനിൽ. അതാണ് അപ്രന്റീസ്. അപ്രന്റീസ് ആയിട്ടാണ് അദ്ദേഹത്തിനെ വിട്ടിരിക്കുന്നത്. ആ അപ്രന്റീസിന്റെ എന്താണ് ഉദ്ദേശം? ആ ട്രെയിനിങ്ങിന് വിട്ടതാണ്. ഗവൺമെന്റിൽ ഒരു ജോലി കൊടുക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി വിട്ടിരിക്കുന്നതിനാണ് അപ്രന്റീസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: ജനറൽ റവന്യൂസ് ഓഫ് കേരള ഡസ് നോട്ട് ഇൻക്ലൂഡ്. കേരളത്തിന്റെ ജനറൽ റവന്യൂവിൽ പെടുന്നത് ഏതാണെന്ന് നമ്മൾ പഠിച്ചാൽ മതി. എന്തൊക്കെയാ? കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിൻജൻസി ഫണ്ട്, പബ്ലിക് ഫണ്ട്. ഈ 3ഉം പെടുന്നതാണ്. എന്നാൽ പെടാത്ത ഒരു ഫണ്ടാണ് ലോക്കൽ ബോഡിയുടെ ഫണ്ട്, റവന്യൂസ് ഓഫ് ലോക്കൽ ബോഡി. ലോക്കൽ ബോഡിയുടെ തനത് ഫണ്ടുകൾ ഇതിൽ വരുന്നത് അല്ല. അടുത്ത ചോദ്യം: The maximum period normally allowed to an officer to remain on deputation to foreign service continuously is. അതായത് ഒരു ഫോറിൻ സർവീസ് എന്ന് പറഞ്ഞാൽ വിദേശ സർവീസ് അല്ല, ഇവിടെ തന്നെ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള, എന്നാൽ ഗവൺമെന്റിന്റെ റവന്യൂ ഉപയോഗിക്കാതെ തന്നെ അവരുടെ ഫണ്ട് ഉപയോഗിച്ച് ശമ്പളവും മറ്റു കാര്യങ്ങളും വിതരണം ചെയ്യുന്ന ഒരു ഏജൻസിയിലേക്ക് നമുക്ക് ഡെപ്യൂട്ടേഷൻ പോകാം. ജീവനക്കാർക്ക് ഡെപ്യൂട്ടേഷനിൽ പോവാം. ആ ഡെപ്യൂട്ടേഷനിൽ പോകുന്നതിനാണ് ആ സർവീസിനാണ് നമ്മൾ ഫോറിൻ സർവീസ് എന്ന് പറയുന്നത്. അത് ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ളതാണ്, പക്ഷെ ഗവൺമെന്റ് സർവീസ് അല്ല. പക്ഷെ ഇവിടുന്ന് പോകുന്നവർക്ക് ആ സർവീസ് ഓക്കെയാണ്. അത് പരമാവധി എത്ര കാലേ പോകാൻ പാടുള്ളൂ ഡെപ്യൂട്ടേഷൻ? ഇപ്പോൾ ഒരു ടീച്ചർ സർവ്വശിക്ഷാ അഭിയാനിലേക്ക് പോകുന്നു, പരമാവധി അറ്റാച്ച്ഡ് എത്ര കൊല്ലം പാടുള്ളൂ? 5 വർഷം വരെ പാടുള്ളൂ. അതാണ് ആൻസർ. 5 വർഷമാണ് ആൻസർ. Next question: when an officer is transferred to foreign service, the payment of joining time pay will be the liability of.
ഒരു ടീച്ചർ ഇങ്ങനെ ഫോറിൻ സർവീസിലേക്ക് പോയപ്പോൾ ഇത് തന്നെ നമുക്ക് എടുക്കാം. ടീച്ചർ സർവീസ് ശിക്ഷാ അഭിയാനിലേക്ക് പോകുന്ന സമയത്ത് ആ ടീച്ചർ 7 ദിവസം ജോയിൻ ടൈം എടുത്തു എന്ന് വിചാരിക്കേ. 7 ദിവസം ജോയിൻ ടൈം എടുത്താൽ ആ 7 ദിവസത്തെ ജോയിനിങ് ടൈമിനുള്ള ശമ്പളം 6 ദിവസം യാത്രയ്ക്കുള്ള പ്രിപ്പറേഷനും 1 ദിവസം ജേർണി ടൈമുമായിട്ട് ആകെ 7 ദിവസം എടുത്തു. അപ്പോൾ ആ 7 ദിവസത്തെ സാലറി ആര് കൊടുക്കും? അതിന്റെ ലയബിലിറ്റി ആർക്കാണെന്നാണ് ചോദ്യം. ആർക്കാ? ഈ ചെല്ലുന്ന സ്ഥാപനം, അതായത് ഒരു ഫോറിൻ എംപ്ലോയർ ആണ് അത്. അതായത് ജോലി കൊടുക്കുന്ന ആൾക്കാണ് എംപ്ലോയർ എന്ന് പറയുന്നത്. അവിടെയുള്ള ഈ ഫോറിൻ സർവീസ് സർവശിക്ഷ അഭിയാനിന്റെ എംപ്ലോയർ, ജോലി കൊടുത്ത ആൾക്കാണ് അതിന്റെ ലയബിലിറ്റി. ഈ ജോയിനിങ് ടൈമിലെ ശമ്പളം അദ്ദേഹമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫോറിൻ എംപ്ലോയർ എന്നാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്ട്രെങ്ത് ഓഫ് എ സർവീസ് ഓർ പാർട്ട് ഓഫ് എ സർവീസ് സാങ്ഷൻഡ് ആസ് എ സെപ്പറേറ്റഡ് യൂണിറ്റ് ഈസ് കോൾഡ്. അപ്പോൾ ഒരു സെപ്പറേറ്റഡ് യൂണിറ്റിൽ ഉള്ള സ്ട്രെങ്ത് ഓഫ് എ സർവീസ്, ഒരു സർവീസിന്റെ സ്ട്രെങ്തിന് പറയുന്ന പേരെന്താണ്? ആ സ്ട്രെങ്തിന് പറയുന്ന പേരാണ് കേഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഓഫീസിൽ അല്ലെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ 15 ക്ലർക്കുമാരുണ്ട്. അപ്പോൾ കേഡർ സ്ട്രെങ്ത്, ക്ലർക്കിന്റെ കേഡർ സ്ട്രെങ്ത് എത്രയാ? 15 നമ്മൾ പറയുക. അതാണ് കേഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം. എ പോസ്റ്റ് ക്യാരിയിങ് എ ഡെഫിനിറ്റ് റേറ്റ് ഓഫ് പേ സാങ്ഷൻഡ് വിത്തൗട്ട് ലിമിറ്റ് ഓഫ് ടൈം. ഒരു പോസ്റ്റ്, ഒരു തസ്തിക ക്യാരിയിങ് എ ഡെഫിനിറ്റ് റേറ്റ് ഓഫ് പേ, ഒരു കൃത്യമായ റേറ്റ് ഓഫ് പേ, കൊടുക്കേണ്ട ശമ്പളത്തിന്റെ കണക്കുണ്ട്. പക്ഷേ വിത്തൗട്ട് ലിമിറ്റ് ഓഫ് ടൈം, അയാൾക്ക് ഇത്ര സമയത്തേക്കൊന്നും പറഞ്ഞിട്ടില്ല. കൃത്യമായിട്ട് 1 കൊല്ലത്തേക്കെന്നോ 2 കൊല്ലത്തേക്കെന്നോ ഒക്കെ പറഞ്ഞെങ്കിൽ അതിന് നമ്മൾ ടെമ്പററി പോസ്റ്റ് എന്ന് പറയാമായിരുന്നു. ഇങ്ങനെ ഒരു സമയക്രമം പറഞ്ഞിട്ടേയില്ല. അപ്പം നമുക്ക് അതിനെന്ത് പറയാം? ആൻസർ പെർമനന്റ് പോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഗവൺമെന്റ് മേ ഗ്രാൻഡ് എ പ്രിമച്വർ ഇൻക്രിമെന്റ് ടു ആൻ ഓഫീസർ ഓൺ എ ടൈം സ്കെയിൽ ഓഫ് പേ. ദ റൂൾ ഈസ്, പ്രിമച്വർ ഇൻക്രിമെന്റ് കൊടുത്തു. എന്താ പ്രിമച്വർ ഇൻക്രിമെന്റ് ആർക്ക് എപ്പോഴാ കൊടുക്കുക? കൊടുക്കുന്നത് ഓഫീസേഴ്സിനാണ്. അത് മെറിറ്റോറിയസ് സർവീസിന് വേണ്ടിയിട്ടാണ് പ്രിമച്വർ ഇൻക്രിമെന്റ് കൊടുക്കുക. അതിന്റെ റൂൾ ഏതാണെന്നാണ് ചോദ്യം. റൂൾ 34 ആണ്. റൂൾ 34, പാർട്ട് 1 KSR. ദെൻ ഡയസ്നോണിന്റെ റൂൾ ഏതാണ്? നിങ്ങൾ ഓർമ്മിക്കണേ, നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യനാ വരുന്നത്. ഡയസ്നോണിന്റെ റൂൾ ഏതാണ്? 14A. 14A ഡയസ്നോൺ ആണ്. 13A സ്പാർക്കും ആണ്. ഓർമ്മിച്ചോളണം, 13A സ്പാർക്ക്, 14A ഡയസ്നോൺ. റൂളാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ്. ഓവർ ടൈം അലവൻസ് ഈസ്, ഓവർ ടൈം അലവൻസ് കൊടുത്തു. ഒരു ഉദ്യോഗസ്ഥന് ഓവർ ടൈം അലവൻസ് കൊടുത്തു. അതെന്താണെന്നാ? ഫീ ആണോ, ഓണറേഡി ആണോ, പേഴ്സണൽ പേ ആണോ, പേ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓവർ ടൈം അലവൻസ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ പൈസയാണ്. അത് എവിടുന്ന് കൊടുക്കും? ഒരു ഉദ്യോഗസ്ഥന് കൊടുക്കുമ്പോൾ അത് സർക്കാർ റവന്യൂവിൽ നിന്ന് തന്നെയാണ് കൊടുക്കുക. സർക്കാർ റവന്യൂവിൽ നിന്ന് തന്നെ ഒരു പേയ്മെന്റ് നടത്തിയ അതിന് പറയുന്ന പേരെന്താണ്? സർക്കാർ റവന്യൂവിലാണ്. അതിന് ഓണറേറിയം എന്ന് പറയും. സോ ഹിയർ ദ ആൻസർ ഈസ് ഓണറേറിയം. Next question. A recurring or non-recurring payment granted to an officer from general revenues of the state as remuneration for special work. ഒരു സ്പെഷ്യൽ വർക്കിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ അത് സ്റ്റേറ്റിന്റെ റവന്യൂവിൽ നിന്നാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? വൺസ് അഗെയിൻ ഓണറേറിയം എന്ന് പറയും. സർക്കാർ റവന്യൂവിൽ നിന്നാണ് ഒരു പേയ്മെന്റ് നൽകുന്നതെങ്കിൽ അതിന് ഓണറേറിയം എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ട്രാൻസ്ഫർ ടു ഫോറിൻ സർവീസ് റിക്വയർസ് ദ സാങ്ഷൻ ഓഫ് ദി, ഒരു ഫോറിൻ സർവീസിലേക്ക്, അതായത് ഗവൺമെന്റ് നിയന്ത്രിത ഏജൻസിയിലേക്ക് ഒരു ഉദ്യോഗസ്ഥന് ഡെപ്യൂട്ടേഷൻ വഴി പോകണമെങ്കിൽ എന്ത് വേണം? ആരുടെ പെർമിഷൻ വേണം? ഗവൺമെന്റിന്റെ പെർമിഷൻ വേണം. ആൻസർ ഗവൺമെന്റിന്റെ പെർമിഷൻ എന്നാണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർവീസ് ഇൻ വിച്ച് ഓഫീസർ റിസീവ്സ് ഹിസ് പേ വിത്ത് സാങ്ഷൻ ഓഫ് ഗവൺമെന്റ് ഫ്രം എനി സോഴ്സ് അതർ ദാൻ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ഓഫ് എ സ്റ്റേറ്റ്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് കൊടുക്കാത്ത, അല്ലാത്ത ഒരു ഫണ്ടിൽ നിന്ന് ശമ്പളം കൊടുക്കുന്നതെങ്കിൽ അതിനാണ് നമ്മൾ പറയുന്നത്, ആ സർവീസിനാണ് ഫോറിൻ സർവീസ് എന്ന് നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ. പേയ്മെന്റ് റിസീവ്ഡ് ഫ്രം എ സോഴ്സ് അതർ ദാൻ ജനറൽ റവന്യൂ ഈസ് കോൾഡ്. പേയ്മെന്റ് റിസീവ്ഡ്, അതായത് ജനറൽ റവന്യൂവിൽ അല്ലാത്ത ഒരു പേയ്മെന്റ്,
ജനറൽ റവന്യൂവിലായ പേയ്മെന്റിന് ഓണറേറിയം എന്ന് പറയും, ജനറൽ റവന്യൂവിൽ അല്ലാത്ത പേയ്മെന്റിന് ഫീ എന്ന് പറയും. ഫീ. നാഷണൽ പെൻഷൻ സിസ്റ്റം ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് എഫക്റ്റ് ഫ്രം. NPS എപ്പം മുതലാണ് വന്നത്? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 1/4/2013. 1/4/2013 മുതലാണ് NPS പുതിയ പെൻഷൻ പദ്ധതി വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാക്സിമം ഡേയ്സ് ഓഫ് ജോയിനിങ് ടൈം അലൗഡ്. ഈ ജോയിനിങ് ടൈം എന്ന് പറയുന്നത് സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പ്രൊമോഷൻ ആവുകയോ ട്രാൻസ്ഫർ ആവുകയോ ചെയ്യുമ്പോൾ അയാൾ എടുക്കുന്ന ടൈമാണ് ആ ജോയിനിങ് ടൈമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പരമാവധി ജോയിനിങ് ടൈം എത്ര വരെ ആവാം? 30 ദിവസം വരെ ആവാം. അത് ഔട്ട്സൈഡ് കേരളയൊക്കെ വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. മാക്സിമം ജോയിനിങ് ടൈം എന്ന് പറയുന്നത് 30 ദിവസമാണ്. അടുത്ത ചോദ്യം. An officer employed on probation in or against a substantive vacancy in the cadre of a department. ഒരു സബ്സ്റ്റാൻസീവ് വേക്കൻസിയിൽ പ്രൊബേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന അയാളെ എന്തു പറയാം? അയാളെ ഒന്നും പറയണ്ട, പ്രൊബേഷണർ എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ റെക്കറിംഗ് പേയ്മെന്റ് ഗ്രാൻഡഡ് ടു ആൻ ഓഫീസർ ഫ്രം ജനറൽ റവന്യൂസ് ഓഫ് ദ ഈ ജനറൽ റവന്യൂസ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് കാണുമ്പോൾ തന്നെ എന്ത് വരും? ഓണറേറിയം വന്നു. ആൻസർ ഓണറേറിയമാണ് ആൻസർ. ദാൻ അടുത്ത ചോദ്യം. ദ പ്രൊഡക്ഷൻ ഓഫ് എ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഈസ് നെസസറി ഫോർ അപ്പോയിന്റ്മെന്റ് വെൻ. ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒരു അപ്പോയിന്റ്മെന്റിന് നിർബന്ധമാണ്. ഏതൊക്കെ സാഹചര്യത്തിലാണ്? ഇവിടെ പറയുന്ന സാഹചര്യങ്ങൾ ഞാൻ പറയാം. An officer recruited through a competitive examination who had to undergo medical examination as part of the selection. സെലക്ഷൻ ടൈമിൽ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ ഒരു എംപ്ലോയിക്ക് ജോലി കിട്ടി. അയാൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പിന്നെ വേണോ? വേണ്ട. ഓൾറെഡി ഒരു മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ ടെസ്റ്റാണ് കഴിയുന്നതെങ്കിൽ അയാൾ പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതില്ല. ദെൻ ആൻ ഓഫീസർ അതർ ദാൻ ലാസ്റ്റ് ഗ്രേഡ് അപ്പോയിന്റഡ് ഇൻ എ ടെമ്പററി വേക്കൻസി ലെസ് ദാൻ 3 months ഡ്യൂറേഷൻ. 3 മാസക്കാലത്തേക്ക് താൽക്കാലിക നിയമനം നടത്തിയ ഒരാൾ, അയാൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണോ? അയാൾക്കും താൽക്കാലിക നിയമനത്തിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതില്ല. അടുത്ത ഓപ്ഷൻ. ആൻ ഓഫീസർ ഇൻ ദ ലാസ്റ്റ് ഗ്രേഡ് സർവീസ് അപ്പോയിന്റഡ് ഇൻ എ ടെമ്പററി വേക്കൻസി ഓഫ് ലെസ് ദാൻ 6 months ഡ്യൂറേഷൻ. 6 മാസത്തിൽ കുറവ് ടെമ്പററി വേക്കൻസി, അതിനും വേണ്ട. അതിനും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ട. ദെൻ വെൻ എ റിട്ടയർഡ് ഓഫീസർ ഈസ് റീഎംപ്ലോയിഡ് 2 years ആഫ്റ്റർ റിട്ടയർമെന്റ്, അത് വേണം. ഒരു റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനെ വീണ്ടും റീപോസ്റ്റ് ചെയ്താൽ 2 വർഷത്തിന് ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അയാൾ വീണ്ടും ഹാജരാക്കണം. അതേ സമയത്ത് ഇത് കണ്ടിന്യൂസ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല. ആഫ്റ്റർ 2 years റീഅപ്പോയിന്റ് ചെയ്താൽ അയാൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കോമ്പിറ്റന്റ് അതോറിറ്റി ടു അക്സെപ്റ്റ് റെസിഗ്നേഷൻ ഓഫ് എ ഗവൺമെന്റ് സർവന്റ്. ഗവൺമെന്റ് സർവന്റിന്റെ രാജി അംഗീകരിക്കാൻ പറ്റിയ ആളാരാണ്? നിയമനാധികാരി. ദ അപ്പോയിന്റിംഗ് അതോറിറ്റിയാണ്. അപ്പോയിന്റിംഗ് അതോറിറ്റിയാണ് രാജി സ്വീകരിക്കാൻ പ്രാപ്തനായ ആള്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ടു ബി ഡിഡക്റ്റഡ് ഫ്രം ദി സബ്സിസ്റ്റൻസ് അലവൻസ്. സബ്സിസ്റ്റൻസ് അലവൻസിൽ നിന്ന് നിർബന്ധമായും, അത് നമ്മൾ ഒന്ന് ബൈഹാർട്ടായിട്ട് പഠിക്കണം കേട്ടോ. അത് എല്ലാവർക്കും സംശയമാണ്. അതിപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാം. അത് നിരവധി തവണ ആ ചോദ്യങ്ങൾ വരുന്നുണ്ട്. സബ്സിസ്റ്റൻസ് അലവൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദ്യം വരുന്നത്. ആ സബ്സിസ്റ്റൻസ് അലവൻസിൽ പറയുന്നത് ഏതൊക്കെയാണ് നിർബന്ധമായി പിടിക്കേണ്ടത്, ഏതൊക്കെയാണ് ഓപ്ഷനിലായിട്ട് പിടിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ കേൾക്കുക. നിർബന്ധമായിട്ടും സബ്സിസ്റ്റൻസ് അലവിൽ നിന്ന് പിടിക്കേണ്ട സംഭവങ്ങൾ: 1 ഇൻകം ടാക്സ് പിടിച്ചിരിക്കണം. 2 HRA. അയാൾ വാടക ഈ ഗവൺമെന്റ് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നതെങ്കിൽ അയാളുടെ HRA നിർബന്ധമായിട്ടും പിടിച്ചിരിക്കണം. ഗവൺമെന്റിൽ നിന്ന് ഏതെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, PF ലോൺ അല്ല കേട്ടോ, അല്ലാത്ത ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പിടിച്ചിരിക്കണം. കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ സൊസൈറ്റികളുടെ റിക്കവറി ഉണ്ടെങ്കിൽ അതും പിടിച്ചിരിക്കണം. പിന്നെ ഗ്രൂപ്പ് ഇൻഷുറൻസിന്റെ റിക്കവറി. ഈ 5 എണ്ണമാണ്. നിങ്ങൾ ഓർത്തു വെച്ചോ, 5 എണ്ണം നിർബന്ധമായും പിടിക്കേണ്ടതാണ്. 5 എണ്ണം എന്ന് ഓർത്താൽ മതി. അപ്പം നമ്മൾ മനസ്സിൽ താനെ വരും. ഇൻകം ടാക്സ്, HRA, ഗവൺമെന്റ് ലോണ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലോണ്, ഗ്രൂപ്പ് ഇൻഷുറൻസ്. ഈ 5 എണ്ണം നിർബന്ധമായും പിടിക്കേണ്ടതാണ്. ആരുടെ?
സസ്പെൻഡ് ചെയ്ത ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന സബ്സിസ്റ്റൻസ് അലവൻസിൽ നിന്ന് പിടിച്ചിരിക്കേണ്ടതാണ്. ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ടു ബി ഡിഡക്റ്റഡ് ഫ്രം ദി സബ്സിസ്റ്റൻസ് അലവൻസ്, അതിൽ നിന്ന് പിടിക്കേണ്ടാത്തത് ഏതാണ്? പിടിക്കാൻ പാടില്ലാത്തത് ഒരിക്കൽ കൂടി ഞാൻ പറയാം. പിടിക്കാൻ പാടില്ലാത്തത് GPFിലെ സബ്സ്ക്രിപ്ഷൻ പിടിക്കരുത്. റിക്കവറി ടു ഗവൺമെന്റിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിക്കവറി ഉണ്ടെങ്കിൽ അത് പിടിക്കാൻ പാടില്ല. കോർട്ട് അറ്റാച്ച്മെന്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും പാടില്ല. പിന്നെ ഇയാൾ പറയുകയാണ് പിടിച്ചോളാൻ പറഞ്ഞ് ഒരു ഓപ്ഷൻ കൊടുത്താൽ അതെന്തൊക്കെയാ? SLA, GPFിന്റെ ലോണ്, ഈ രണ്ട് സംഗതികൾ പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കാം. ആദ്യത്തെ 5 പിടിക്കാൻ പാടില്ല. SLAയും GPF ലോണും പിടിക്കാൻ പറഞ്ഞാൽ അതാണ് സസ്പെൻഷന് വിധേയമായ വ്യക്തി പറഞ്ഞാൽ പിടിക്കാം. പിന്നെയുള്ള 1, 2, 3 പിടിക്കാനേ പാടില്ല. ആ പിടിക്കാൻ പാടില്ലാത്തത് GPF സബ്സ്ക്രിപ്ഷൻ ആണ് ഒന്ന്, പിന്നെ റിക്കവറി ടു ഗവൺമെന്റ് ആണ് മറ്റൊന്ന്, കോർട്ട് അറ്റാച്ച്മെന്റ് ആണ്. നിർബന്ധമായിട്ടും ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. നിരവധി ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. HRA and CCA admissible from time to time will be payable during the period of leave with allowances if the total period of such leave does not exceed. അതായത് HRAയും CCA ഒക്കെ എത്ര ദിവസം വരെ ലീവ് എടുത്താലാ കൊടുക്കാൻ പറ്റുക, അതിനുശേഷം കൊടുക്കാൻ പാടില്ല. അതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 180 ഡേയ്സ് വരെ ലീവ് എടുക്കുമ്പോഴാണ് HPLോ കമ്മ്യൂട്ടഡ് ലീവോ ഒക്കെ 180 ഡേയ്സ് വരെ HRA കിട്ടും. 180 ഡേയ്സിന് ശേഷം അതുണ്ടെങ്കിൽ, എടുത്തിട്ടുണ്ടെങ്കിൽ ആ പീരീഡിൽ ഇത് കിട്ടുന്നതല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who among the following is competent to grant a premature increment to an employee on a time scale of pay? ഒരു എംപ്ലോയിക്ക് പ്രിമച്വർ ഇൻക്രിമെന്റ്, ദാറ്റ് ഈസ് ഫോർ മെറിറ്റോറിയസ് സർവീസ്. മെറിറ്റോറിയസ് സർവീസിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഇൻക്രിമെന്റ് ആണ് പ്രിമച്വർ ഇൻക്രിമെന്റ്. പ്രിമച്വർ ഇൻക്രിമെന്റ് കൊടുക്കാൻ അധികാരപ്പെട്ടത് ആരാ? ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് വിചാരിച്ചാൽ മാത്രമേ പ്രിമച്വർ ഇൻക്രിമെന്റ് കൊടുക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാക്സിമം പീരീഡ് ഓഫ് ഡെപ്യൂട്ടേഷൻ ടു ഫോറിൻ സർവീസ്. വീണ്ടും വന്നിരിക്കുന്നു. ഫോറിൻ സർവീസിൽ ഡെപ്യൂട്ടേഷൻ മേലിൽ പോകണമെങ്കിൽ പരമാവധി എത്ര കാലത്തേക്ക് പോകാൻ പാടുള്ളൂ? 5 വർഷത്തേക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മാക്സിമം ടൈം അലൗഡ് ഫോർ എ ന്യൂ എൻട്രന്റ് ഇൻ ഗവൺമെന്റ് സർവീസ് ഹു ഹാസ് നോട്ട് ക്രോസ്ഡ് ദ ഏജ് ഓഫ് 50 years ടു സബ്സ്ക്രൈബ് ടു എ പോളിസി in the official branch of the state life insurance? What is the maximum time allowed for a new entrant in government service who has not crossed the age of 50 years? അപ്പോൾ 50 വയസ്സ് ആയി കഴിഞ്ഞാൽ SLAയിൽ ചേരേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരാൾ, 50 വയസ്സാകാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം SLAയിൽ, അതെ SLA എന്ന് പറഞ്ഞാൽ അറിയാലോ, എല്ലാവരും ചേർന്നിരിക്കേണ്ട ഒരു സാധനമാണ് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ്. ആ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിൽ എത്ര കാലത്തിനകം ചേർന്നിരിക്കണം? 1 month, 1 മാസത്തിനകം ചേർന്നിരിക്കണം. ആര്? 50 വയസ്സ് തികയാതെ ജോലിയിൽ പ്രവേശിച്ച എല്ലാവരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When is a new recruit to government service required to produce form number 50 for service and payroll administrative repository for Kerala Spark? ഫോം 15 ഒരു ജോലിയിൽ ചേരുമ്പോൾ നമ്മൾ സ്പാർക്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അപേക്ഷ കൊടുക്കണം. അതെപ്പോഴാണ് കൊടുക്കേണ്ടതെന്നാ ഒരു സംശയമില്ല. അറ്റ് ദ ടൈം ഓഫ് ജോയിനിങ് ഡ്യൂട്ടി. പുതിയ ഒരാൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അയാൾ ഫോം 15 പൂരിപ്പിച്ച് കൊടുക്കണം. എന്തിനു വേണ്ടി? സ്പാർക്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി അത് പൂരിപ്പിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അലവൻസ് ഗിവൺ ടു വാർഡൻ ആൻഡ് അസിസ്റ്റന്റ് വാർഡൻസ് ഓഫ് ഹോസ്റ്റൽസ് ഇൻ ക്ലാസിഫൈഡ് ആസ്. ഒരു വാർഡനും അസിസ്റ്റന്റ് വാർഡനും കൊടുക്കുന്ന അലവൻസ്, അതിനെ എന്തായിട്ട് നമുക്ക് പറയാം? വാർഡനും അസിസ്റ്റന്റ് വാർഡനും കൊടുക്കുന്ന പണം എന്ന്, അലവൻസ് എന്ന് പറയുന്നത്, അത് സർക്കാർ റവന്യൂവിൽ നിന്ന് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് പറയാം? ഓണറേറിയം എന്ന് തന്നെ പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാക്സിമം ജോയിനിങ് ടൈം ഇൻക്ലൂഡിംഗ് സൺഡേസ് ദാറ്റ് ക്യാൻ ബി അവൈൽഡ് ബൈ എ ഗവൺമെന്റ് എംപ്ലോയി ഓൺ ട്രാൻസ്ഫർ ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇൻ പബ്ലിക് ഇൻഡസ്ട്രീസ്. ഒരു പൊതുജനത്തിന്റെ പൊതു താല്പര്യാർത്ഥം ഒരു ജീവനക്കാരൻ ഒരു ട്രാൻസ്ഫർ ആയ അയാൾക്ക് എടുക്കാവുന്ന പരമാവധി, എവിടെയെന്ന് പറഞ്ഞിട്ടില്ല, പരമാവധി ജോയിൻ ടൈം എത്രയാണ്? ഒരു സംശയമില്ല, 30 days ആണ്. 30 ദിവസം എടുക്കാം പരമാവധി ജോയിൻ ടൈം. അത് കൃത്യമായിട്ട് കിലോമീറ്ററും ഡേറ്റും ഒക്കെ പറഞ്ഞാൽ മാറ്റം വരും. ഇത് അതല്ല, അല്ലാതെയാ ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Rules in Part 3 KSR are not applicable to person appointed in government service on or after. പാർട്ട് 3 KSR. പാർട്ട് 3 KSR എന്ന് പറഞ്ഞാൽ അത് ബാധകമല്ലാത്തവരാരാണ്? ആ പാർട്ട് 3 KSR എന്ന് പറഞ്ഞാൽ പെൻഷനെ പറ്റിയുള്ള നിയമങ്ങളാണ്. ആ പെൻഷൻ ബാധകമല്ലാത്തവരാരാ? 1/4/2013 ശേഷം ജോയിൻ ചെയ്തവരാണ് ഈ പെൻഷൻ പാർട്ട് 3 ബാധകമല്ലാത്തവർ. അവർ NPS ആണ്, പുതിയ പെൻഷൻ സിസ്റ്റമാണ്. ആൻസർ 1/4/2013. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ആൻ ഓഫീസർ ഈസ് ഇൻ സർവീസ് ഈസ് അപ്പോയിന്റഡ് ഇൻ എ ലോവർ പോസ്റ്റ് ത്രൂ PSC ഇസ് ബേസിക് പേ വിൽ ബി. അയാൾ ഒരു ഉയർന്ന പോസ്റ്റിൽ നിന്ന് താഴെയുള്ള പോസ്റ്റിലേക്ക് PSC നിയമനം ലഭിച്ചു. ഉയർന്ന സ്കെയിൽ ഓഫ് പേയിൽ നിന്ന് താഴ്ന്ന സ്കെയിൽ ഓഫ് പേയിലേക്ക് ഒരു PSC നിയമനം ലഭിച്ചാൽ അയാളുടെ ബേസിക് പേ എന്തായിരിക്കും? ഒരു സംശയം വേണ്ട, താഴ്ന്ന സ്കെയിലിലെ ലോവർ പോസ്റ്റിലെ മിനിമം ആയിരിക്കും അയാളുടെ ബേസിക് പേ. ഹയർ പോസ്റ്റിൽ അയാൾ നിന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ അതോറിറ്റി കോമ്പറ്റന്റ് ടു പെർമിറ്റ് ആൻ ഓഫീസർ ഓൺ ഫോറിൻ സർവീസ് ടു റിസീവ് പെൻഷൻ ഓർ ഗ്രാറ്റുവിറ്റി ഫ്രം ദ ഫോറിൻ എംപ്ലോയി ഈസ്. ഫോറിൻ എംപ്ലോയിയിൽ നിന്ന് പെൻഷനും ഗ്രാറ്റുവിറ്റിയും വാങ്ങാൻ അനുമതി കൊടുക്കേണ്ടത് ആരാണ് അനുമതി കൊടുക്കേണ്ടത്? ഗവൺമെന്റ് ആണ് അനുമതി കൊടുക്കേണ്ടത്. നെക്സ്റ്റ്. വെൻ ആൻ ഓഫീസർ ഓൺ സസ്പെൻഷൻ ഈസ് ഫുള്ളി എക്സോണറേറ്റഡ് ദ പീരീഡ് ഓഫ് സസ്പെൻഷൻ ഈസ് ട്രീറ്റഡ് ആസ്. എക്സോണറേറ്റഡ് എന്ന് പറഞ്ഞാൽ കുറ്റവിമുക്തനാക്കി എന്നാണ്. അപ്പോൾ ഒരു സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ കുറ്റവിമുക്തനാക്കി എന്ന് പറഞ്ഞാൽ സസ്പെൻഷന് കാരണമായിട്ടുള്ള കാരണങ്ങൾ ഇല്ലാത്തതാണ്, തെറ്റായ കാരണങ്ങളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. ഫുള്ളി എക്സോണറേറ്റഡ് ദ പീരീഡ് ഓഫ് സസ്പെൻഷൻ ഈസ് ട്രീറ്റഡ്. അങ്ങനെയെങ്കിൽ ഈ സസ്പെൻഷൻ പീരീഡ് എന്തായിട്ട് കണക്കാക്കും? ഡ്യൂട്ടി ആയിട്ട് കണക്കാക്കും. സസ്പെൻഷൻ പീരീഡ് ഈസ് ട്രീറ്റഡ് ആസ് ഡ്യൂട്ടിയാണത്. ഓക്കെ. ഡയസ്നോൺ വിൽ കൗണ്ട് ഫോർ. ഡയസ്നോൺ എന്തിന് കണക്കാക്കൂല? അത് പറയാം നമുക്ക് ആദ്യം. പ്രൊബേഷൻ കണക്കാക്കില്ല, ഏൺ ലീവിന് കണക്കാക്കില്ല, പിന്നെ എന്തിനൊക്കെ കണക്കാക്കും? ഹാഫ് പേ ലീവ് കൂട്ടാൻ കണക്കാക്കും, പിന്നെ ഇൻക്രിമെന്റിന് കണക്കാക്കും. ഇവിടെ തന്നിട്ടില്ല കൊണ്ട് ഇൻക്രിമെന്റിന് കണക്കാക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ഇൻക്രിമെന്റ് ഡ്യൂ ടു ആൻ എംപ്ലോയി whose probation of 2 years was declared could be drawn with effect from. രണ്ടാമത്തെ ഇൻക്രിമെന്റ് എപ്പോൾ കൊടുക്കാം? പ്രൊബേഷൻ 2 വർഷമുള്ള ഒരാൾക്ക്. അപ്പോൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന ഡേറ്റിലാണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ട്രെയിനിങ് പീരീഡ് ഓഫ് പോലീസ് പേഴ്സൺ വിൽ കൗണ്ട് ഫോർ. ഒരു പോലീസ് പേഴ്സൺ ആദ്യമായിട്ട് ട്രെയിനിങ് പീരീഡിലാണ് ഉണ്ടാവുക, ബാക്കി വരുന്നത് അതിന് ശേഷമാണ്. ആ പീരീഡ് എന്തിനൊക്കെ കൂട്ടും? ഇൻക്രിമെന്റിന് കൂട്ടും, ടൈം ബൗണ്ട് ഹയർ ഗ്രേഡിന് കൂട്ടും, പ്രൊമോഷന് കൂട്ടും, പെൻഷനറി ബെനിഫിറ്റിനും അത് കൂട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ അപ്പോയിന്റിംഗ് അതോറിറ്റി ക്യാൻ എക്സ്റ്റെൻഡ് ദ പീരീഡ് ഓഫ് പ്രൊബേഷൻ ഓഫ് ആൻ എംപ്ലോയി അപ് ടു. നിയമനം നൽകുന്ന അധികാരിക്ക് പ്രൊബേഷൻ കാലം എത്ര വരെ നീട്ടിക്കൊടുക്കാം? 1 വർഷം വരെ നീട്ടിക്കൊടുക്കാം. 1 വർഷം വരെ നീട്ടിക്കൊടുക്കാൻ പ്രൊബേഷൻ പീരീഡ് കേട്ടോ. അതായത് 3 വർഷത്തിനിടയിലെ 2 വർഷമുള്ള ഒരു പ്രൊബേഷനുള്ള ഒരാൾ 3 വർഷമായിട്ടും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല എങ്കിൽ അയാൾക്ക് 1 വർഷം കൂടി നീട്ടിക്കൊടുക്കാൻ, 4ാമത്തെ വർഷമാക്കാനുള്ള അധികാരം ആർക്കുണ്ട്? അപ്പോയിന്റിംഗ് അതോറിറ്റി ഉണ്ട്. അതിൽ കൂടുതൽ വന്നാൽ മാത്രമാണ് ഗവൺമെന്റിലേക്ക് പോകേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി കമ്പൽസറിലി റിക്കവേർഡ് ഫ്രം സബ്സിസ്റ്റൻസ് അലവൻസ്? വീണ്ടും വന്നിരിക്കുന്നു ആ ചോദ്യം. സബ്സിസ്റ്റൻസ് അലവൻസിൽ നിന്ന് നിർബന്ധമായിട്ടും പിടിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇവിടെ പറയുന്നത് കോർട്ട് അറ്റാച്ച്മെന്റ് നിർബന്ധമായിട്ട് പിടിക്കാൻ പറ്റാത്ത സാധനം നമ്മൾ പഠിച്ചത്. SLI പ്രീമിയം അയാൾ ഓപ്ഷൻ തന്നാൽ പിടിക്കാം. റീഫണ്ട് ഓഫ് അഡ്വാൻസ് ഫ്രം GPF നിന്നുള്ള അഡ്വാൻസ് തിരിച്ചടവ്, അതും ഓപ്ഷൻ തന്നാൽ പിടിക്കാം. ഗ്രൂപ്പ് ഇൻഷുറൻസ് സബ്സ്ക്രിപ്ഷൻ, ഗ്രൂപ്പ് ഇൻഷുറൻസ് നിർബന്ധമായിട്ടും പിടിക്കേണ്ടതാണ്. ഏതൊക്കെയാണ് നിർബന്ധമായിട്ടും പിടിക്കേണ്ടത്? ഒരിക്കൽ കൂടി പറയാം. ഇൻകം ടാക്സ്, HRA, ഗവൺമെന്റ് ലോണ്, കോപ്പറേറ്റീവ് സൊസൈറ്റി ലോണ്, ഗ്രൂപ്പ് ഇൻഷുറൻസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റിട്ടയർമെന്റ് ഏജ് ഓഫ് എ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫീസർ അണ്ടർ നാഷണൽ പെൻഷൻ സ്കീം ഈസ്. അപ്പൊ NPSലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ പെൻഷൻ പ്രായം എത്ര വരെയാണ്? അതായത് 1/4/13 ശേഷം ചേർന്ന ഒരു ഉദ്യോഗസ്ഥന്റെ പെൻഷൻ പ്രായം എന്നാണ് തുടങ്ങുന്നത്? എത്ര വയസ്സ് വരെ അയാൾക്ക് റിട്ടയർമെന്റ് ഉണ്ട്? എത്ര വയസ്സ് വരെ അയാൾക്ക് സർവീസിൽ തുടരാം? 60 വയസ്സാണ് അവരുടെ റിട്ടയർമെന്റ് പ്രായം. ആൻസർ.
അടുത്ത ചോദ്യം, സബ്സ്റ്റൻസ് അലവൻസ് ഡ്യൂ ടു ആൻ ഓഫീസർ അണ്ടർ സസ്പെൻഷൻ ഈസ്, അയാൾക്ക് ഒരു സസ്പെൻഷനിലിരിക്കുന്ന ജീവനക്കാരന് ലഭിക്കുന്ന സബ്സിസ്റ്റൻസ് അലവൻസ് എന്താ ഇതിന് തുല്യമാണ്? ഹാഫ് പേ ലീവ് സാലറിക്ക് തുല്യമായ പൈസ കൊടുക്കുക. ഹാഫ് പേ ലീവ് സാലറിക്ക് തുല്യമായ പൈസയാണ് സസ്പെൻഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് നൽകുന്ന സബ്സിസ്റ്റൻസ് അലവൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in the case of an officer on deputation to foreign service, pension contribution to be remitted to government account is. നമ്മളൊരു ഡെപ്യൂട്ടേഷനിൽ പോയാൽ അത് ഫോറിൻ സർവീസിലേക്കാണ് ഡെപ്യൂട്ടേഷനിൽ പോകുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ടീച്ചർ സർവ്വശിക്ഷാ അഭിയാനിലേക്ക് പോയി, അത് ഡെപ്യൂട്ടേഷനാണ്, ഫോറിൻ സർവീസിലേക്കാണ് പോയത്. അങ്ങനെ പോയാൽ അവിടെയുള്ള ഫോറിൻ സർവീസുകാരൻ ഈ ടീച്ചറുടെ പെൻഷൻ കോൺട്രിബ്യൂഷൻ ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. അത് 15%. പെൻഷൻ കോൺട്രിബ്യൂഷൻ, ഫോറിൻ സർവീസിൽ പോയാലുള്ള പെൻഷൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 15%. അത് ഏതിന്റെ 15%? മാക്സിമം ഓഫ് ദി സ്കെയിൽ ഓഫ് പേ ഓഫ് ദറ്റ് ഓഫീസർ. അതായത് അയാൾക്കൊരു സ്കെയിൽ ഓഫ് പേ നിലവിലുണ്ടാവും. ഇപ്പം ഞാൻ HSIയുടെ തുടക്കമെന്ന് വെച്ചോ, HSIയുടെ തുടക്കം 41,600 87,000. അപ്പോൾ 87,000 സ്കെയിലിന്റെ മാക്സിമം. ആ സ്കെയിലിന്റെ മാക്സിമമായ 87,000ന്റെ 15% അവര് ഈ ഫോറിൻ എംപ്ലോയർ എന്തായിട്ട് അടയ്ക്കേണ്ടത്? നമ്മുടെ പെൻഷൻ കോൺട്രിബ്യൂഷനായിട്ട് അടയ്ക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ദ പർപ്പസ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ജോയിനിങ് ടൈം ഓൺ ട്രാൻസ്ഫർ, ഡിസ്റ്റൻസ് ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം. ഒരു ട്രാൻസ്ഫർ വരുമ്പോൾ ഡിസ്റ്റൻസിനനുസരിച്ചാണ് ജോയിനിങ് ടൈം കൊടുക്കുക. അത് എവിടെ നിന്ന് എവിടം വരെയാണ് ഡിസ്റ്റൻസ് എന്നാണ് ചോദിക്കുന്നത്. അയാളുടെ റെസിഡൻസ് മുതൽ ഇപ്പം ഇനി വരാനിരിക്കുന്ന താമസസ്ഥലം, റെസിഡൻസ് ടു റെസിഡൻസ് ആണ്. റെസിഡൻസ് ടു റെസിഡൻസ്. ഓക്കെ, ദ റേറ്റ് ഓഫ് ഡെപ്യൂട്ടേഷൻ അലവൻസ് ഗ്രാൻഡഡ് ടു ആൻ ഓഫീസർ ഓഫ് ഫോറിൻ സർവീസ്. ഒരു ഫോറിൻ സർവീസിലേക്ക് പോകുന്ന ഒരു ഓഫീസറിന്റെ ഡെപ്യൂട്ടേഷൻ അലവൻസ്, അയാൾക്ക് കൊടുക്കുന്ന ഡെപ്യൂട്ടേഷൻ അലവൻസ് എത്രയായിരുന്നു എന്നാ ചോദ്യം. മനസ്സിലായല്ലോ? ഫോറിൻ സർവീസിലേക്ക് ഒരാളുടെ ഡെപ്യൂട്ടേഷനിൽ പോയി, അങ്ങനെ പോയാൽ അയാൾക്ക് കൊടുക്കുന്ന ഡെപ്യൂട്ടേഷൻ അലവൻസ് എത്രയാണ്? ആൻസർ എന്താ? ഡെപ്യൂട്ടേഷൻ അലവൻസ് എന്ന് പറയുന്ന ഒരു സാധനേ ഇല്ല. അങ്ങനെ ഒരു അലവൻസും അയാൾക്ക് കൊടുക്കുന്നതല്ല. ഇനി ഒരു ചോദ്യം ലീവ് അക്കൗണ്ട് എന്ന് കയറിയ, മാക്സിമം ഏൺ ലീവ് ദാറ്റ് ക്യാൻ ബി അക്യൂമുലേറ്റഡ് ഇൻ ദ ലീവ് അക്കൗണ്ട്. ഒരു ലീവ് അക്കൗണ്ടിൽ, ഏൺ ലീവ് അക്കൗണ്ടിൽ, നമ്മൾ ഏൺ ലീവ് പറഞ്ഞില്ല, സോറി, എന്നാലും ആ ചോദ്യം പറഞ്ഞേക്കാം, തുടങ്ങി പോയില്ലേ. ഏൺ ലീവ് അക്കൗണ്ടിൽ പരമാവധി അക്യൂമുലേറ്റ് ചെയ്ത് ഇടാൻ പറ്റിയ, ആ അക്കൗണ്ടിൽ ഇടാൻ പറ്റിയ ഏൺ ലീവുകളുടെ എണ്ണം എത്രയാണ്? 300 ലീവാണ് പരമാവധി ഇടാൻ പറ്റുന്നത്. ഏൺ ലീവ് അക്കൗണ്ട് പരമാവധി 300. ആ ഏൺ ലീവ് അക്കൗണ്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് സറണ്ടർ ചെയ്യാനും പരമാവധി 300 ലീവ് വരെയാണ് സറണ്ടർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ സറണ്ടർ ചെയ്യുന്ന ആ 300 ലീവ്, അവസാനം വരുന്ന ലീവുകൾ മുഴുവൻ ഏൺ ലീവ് റിട്ടയർ ചെയ്തതിന് ശേഷം സറണ്ടർ ചെയ്യുന്നതിനാണ് നമ്മൾ ടെർമിനൽ സറണ്ടർ എന്ന് പറയുന്നത്. Okay. The senior superintendent having 20 years of total service proceeded on leave without allowance under Appendix 12A before completing his probation in that cadre. On return from LWA, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാതെ ഒരാൾ ലീവ് എടുത്തു പോയാൽ എങ്ങനെയാണ് അയാളുടെ പ്രൊബേഷൻ എന്നാണ് ചോദ്യം. ഡിക്ലെയർ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ, അപ്പൻഡിക്സ് 12A-B-C പ്രകാരം ലീവ് എടുത്തു പോയാൽ അയാൾ തിരിച്ചു എന്ന് വരുന്നുവോ അന്ന് മുതൽ അയാളുടെ പ്രൊബേഷൻ തുടങ്ങും. 1 തൊട്ട് തുടങ്ങും എന്നാണ് റൂള് പറയുന്നത്. അതും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്, നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊഡക്ഷൻ ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഈസ് നെസസറി ഫോർ അപ്പോയിൻമെന്റ് ടു എ പോസ്റ്റ് ഇൻ ഗവൺമെന്റ് സർവീസ് വെൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആൻസറിൽ ഒരു ഉത്തരമാണുള്ളത്. എ പേഴ്സൺ ഈസ് റീഎംപ്ലോയിഡ് ആഫ്റ്റർ റെസിഗ്നേഷൻ. ഒരു റിസൈൻ ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ റീഎംപ്ലോയിഡ് ആവുമ്പോൾ അയാൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കാരണം അയാളുടെ മാത്രം കുഴപ്പം കൊണ്ടാണ് റിസൈൻ ചെയ്തത്, അയാളാണ് റിസൈൻ ചെയ്തത്. അങ്ങനെ റിസൈൻ ചെയ്തു പോയാൽ വീണ്ടും ജോയിൻ ചെയ്യുമ്പോൾ അയാൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ അപ്രന്റീസ് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് അടുത്തൊക്കെ വരുന്നത്.
A monthly grant made to an officer who is not in receipt of pay or leave salary is termed as. അത് വേണ്ട, രണ്ടാമത്തെ ചോദ്യമാണ്, അത് ഇൻവാലിഡ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതൊക്കെ. എത്ര പിന്നെ പെൻഷൻ കോൺട്രിബ്യൂഷൻ എത്രയാണ്? ചോദ്യം ഇതാണ്. മാക്സിമം ഡെപ്യൂട്ടേഷൻ എത്ര വർഷമാണ്? 5 വർഷം. ആരാണ് ഈ പിന്നെ മെറ്റേണിറ്റി ലീവ് ഗ്രാൻഡ് ചെയ്താൽ അവർക്ക് മെറ്റേണിറ്റി ലീവ് സാലറി കൊടുക്കുന്നത് ആരാണ്? ഫോറിൻ സർവീസിൽ പോയ ഒരാൾക്ക് മെറ്റേണിറ്റി ലീവ് സാധനം ചെയ്താൽ അവിടെ ഫോറിൻ എംപ്ലോയർ ആണ് ആ മെറ്റേണിറ്റി ലീവിലെ സാലറി കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ട്രാൻസ്ഫർ ഷാൽ ബി ഹെൽഡ് to involve a change of station only if the distance between the two places is not less than. ഓക്കെ, ട്രാൻസ്ഫർ ആയതുകൊണ്ട് ഞാൻ ആ ചോദ്യം എടുത്തതാണ്. അതായത് ഒരു സ്റ്റേഷൻ മാറി എന്ന് നമ്മൾ പറയണം. ഒരാൾക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ അയാൾ സ്റ്റേഷൻ മാറിപ്പോയി, അല്ല അയാൾ ഒരു സ്റ്റേഷനിൽ നിന്ന് വേറൊരു സ്റ്റേഷനിൽ നിന്ന് പറയണമെങ്കിൽ എത്രയായിരിക്കണം? 8 കിലോമീറ്റർ കൂടുതൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതിനെ നമുക്ക് ആ 8 കിലോമീറ്ററിന്റെ ഉള്ളിലാണെങ്കിൽ അത് സെയിം സ്റ്റേഷൻ എന്ന് തന്നെ പറയാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാക്സിമം പീരീഡ് ഓഫ് ജോയിനിങ് ടൈം അഡ്മിസിബിൾ ടു ആൻ ഓഫീസർ ഇൻ കേസ് ഇൻവോൾവിംഗ് ട്രാൻസ്ഫർ ഫ്രം വൺ സ്റ്റേഷൻ ടു അനദർ. ആകെ ഹോളിഡേയ്സും ഞായറും ശനി എല്ലാം അടക്കം മാക്സിമം എത്ര വരെ എടുക്കാം? നമ്മളിപ്പോൾ പറഞ്ഞതാണ് 30 ദിവസം വരെ ജോയിൻ ടൈം എടുക്കാം. അഡ്വാൻസ് ഇൻക്രിമെന്റ്സ് ഫോർ മെറിറ്റോറിയസ് സർവീസ് ഷാൽ നോട്ട് ബി ഗ്രാൻഡഡ് ടു. അതാണ് ഒരു മെറിറ്റോറിയസ് സർവീസിന് നമുക്കൊരു അഡീഷണൽ ഇൻക്രിമെന്റ് കൊടുക്കാം, അല്ലെ അഡ്വാൻസ് ഇൻക്രിമെന്റ് കൊടുക്കാം, അല്ലെങ്കിൽ നോർമൽ ഇൻക്രിമെന്റ് കൊടുക്കുന്നതിന് പുറമെ ഒരു ഇൻക്രിമെന്റ് കൊടുക്കാം. അങ്ങനെ കൊടുക്കരുത് താഴെ പറയുന്നവരിൽ ആർക്ക് എന്നാണ് ചോദ്യം. ബോത്ത് ഗസറ്റഡ് ആൻഡ് നോൺ ഗസറ്റഡ് ഓഫീസർ കൊടുക്കാം, ഗസറ്റഡ് ഓഫീസേഴ്സ് കൊടുക്കാം, നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ് കൊടുക്കാം. ഓഫീസേഴ്സ് ഡെപ്യൂട്ടഡ് ഫോർ ട്രെയിനിങ് കോഴ്സിന് വിട്ടിട്ടുള്ള ഒരു ഓഫീസറിന് അഡ്വാൻസ് ഇൻക്രിമെന്റ് കൊടുക്കാൻ പാടില്ല എന്നാണ് KSRൽ പറയുന്നത്. ഓഫീസേഴ്സ് ഡെപ്യൂട്ടഡ് ഫോർ ട്രെയിനിങ് കോഴ്സ്, അവർക്ക് അഡ്വാൻസ് ഇൻക്രിമെന്റ് ഷാൽ നോട്ട് ബി ഗ്രാൻഡഡ്. അടുത്ത ചോദ്യം. ദ പീരീഡ് ഓഫ് സർവീസ് കൗണ്ടിങ് ഫോർ ഇൻക്രിമെന്റ് ഇൻ എ പോസ്റ്റ് ഓൺ എ ടൈം സ്കെയിൽ ഇൻക്ലൂഡ്. ഫോറിൻ സർവീസിലുള്ള പോയിരിക്കുന്ന ഒരു പീരീഡ് അത് ഇൻക്രിമെന്റിനും ഗ്രേഡിനും പെൻഷനും എല്ലാം കൂട്ടുന്നതാണ്. ഫോറിൻ സർവീസിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ടീച്ചർ സർവീസ് ശിക്ഷാ അഭിയാനിലേക്ക് പോയ കാലം ഇൻക്രിമെന്റിന് കൂട്ടും, ഗ്രേഡിന് കൂട്ടും, പെൻഷന് കൂട്ടും, എല്ലാം കൂട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കേണ്ട, നിരവധി റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. An officer under suspension died before conclusion of the disciplinary proceedings instituted against him. The period between the date of suspension and the date of death will be treated as. ഒരു ഉദ്യോഗസ്ഥൻ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഡ് ചെയ്തത് കുറ്റാരോപിതനായ കൊണ്ടാണ്, അത് കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അങ്ങനെയുള്ള ഒരു വ്യക്തി അയാളുടെ കുറ്റം തെളിയിക്കുന്നതിന് മുമ്പ് അന്തിമ തീരുമാനമാകുന്നത് വരെ, നടപടിക്രമങ്ങളാകുന്നത് വരെ അതിനു മുന്നേ മരിച്ചുപോയി, മരണപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ അയാളുടെ സസ്പെൻഷൻ മുതൽ ഇങ്ങോട്ടുള്ള കാലം എന്തായിട്ട് കൂട്ടും? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിരവധി ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കാര്യം. ഒരിക്കൽ കൂടി ഞാൻ ചോദ്യം പറയാം. ഒരു വ്യക്തി സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ആ സസ്പെൻഷൻ കാലത്ത് ഇയാളെ പറ്റിയുള്ള അന്വേഷണങ്ങൾ മുഴുവൻ നടന്നു. അച്ചടക്ക നടപടി എടുക്കാൻ വേണ്ടി അയാളുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ അയാൾ മരണപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഒരു മരണപ്പെട്ട വ്യക്തിക്കെതിരെ വീണ്ടും ഒരു എൻക്വയറി ഇല്ല എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കുക. അങ്ങനെയെങ്കിൽ ആ സസ്പെൻഡ് ചെയ്ത കാലം, അതുവരെയുള്ള കാലം എന്തായിട്ട് പരിഗണിക്കും? ഡ്യൂട്ടി ഫോർ ഓൾ പർപ്പസ്, എല്ലാ കാര്യങ്ങൾക്കും അത് ഡ്യൂട്ടിയായി പരിഗണിക്കും. ഞാൻ ഇതുവരെ വായിക്കാത്ത ക്വസ്റ്റ്യൻ, അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഈ ചോദ്യം നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മരണപ്പെട്ടു പോയാൽ ആ സസ്പെൻഷൻ കാലം മുഴുവനും ഡ്യൂട്ടി ആയിട്ട് പരിഗണിക്കും.
ടെമ്പററി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പററി ട്രാൻസ്ഫർ മീൻസ് എ ട്രാൻസ്ഫർ ടു ഡ്യൂട്ടി ഇൻ അനദർ സ്റ്റേഷൻ വിച്ച് ഈസ് എക്സ്പെക്ട് ടു ബി ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ്. അപ്പോൾ വേറൊരു സ്ഥലത്ത് നമ്മളെ ജോലിക്ക് വേണ്ടി അയച്ചു, അതൊരു ടെമ്പററി ട്രാൻസ്ഫർ ആയിരുന്നു. അങ്ങനെ ടെമ്പററി ട്രാൻസ്ഫർ ആണെങ്കിൽ എത്ര കാലത്ത് അധികരിക്കാൻ പാടില്ല? ഉത്തരം 2 മാസമാണ്. 2 മാസത്തിൽ കൂടാത്ത ഒരു ട്രാൻസ്ഫറിനാണ് നമ്മൾ ടെമ്പററി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 മാസത്തിന് കഴിയുമ്പോൾ ഇയാൾക്ക് വീണ്ടും തിരിച്ച് ആ പേരന്റ് സ്റ്റേഷനിലേക്ക് വരാം എന്നർത്ഥം. ടെമ്പററി ട്രാൻസ്ഫറിന്റെ പീരീഡ് എന്ന് പറയുന്നത് മാക്സിമം 2 മാസമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ ഇയർ ഓഫ് ബർത്ത് ഓഫ് ആൻ ഓഫീസർ ഈസ് നോൺ ബട്ട് ദ എക്സാക്ട് മന്ത് ഈസ് നോട്ട് നോൺ, ദ ഡേറ്റ് ഓഫ് ബർത്ത് ഷാൽ ബി ടേക്കൺ ആസ്. ഒരു വ്യക്തിയുടെ, ഒരു ഉദ്യോഗസ്ഥന്റെ ഇയർ ഓഫ് ബർത്ത് അറിയാം, പക്ഷെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് അറിയില്ല. ജനിച്ച വർഷം അറിയാം, ജനിച്ച തീയതി അറിയാം. അങ്ങനെയെങ്കിൽ ആ ഉദ്യോഗസ്ഥന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്? മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വർഷം അറിയാം, കൃത്യമായ തീയതി അറിയില്ല, ജനന തീയതി അറിയില്ല, ജനന വർഷം അറിയാം. അങ്ങനെയുള്ളവർക്ക് ജൂലൈ 1 ജനിച്ച ഡേറ്റ് ആയിട്ട് കണക്കാക്കണം. 1/7 ജൂലൈ 1 ജനിച്ചതായിട്ടാണ് അങ്ങനെയുള്ളവരെ കണക്കാക്കേണ്ടത്. ഓക്കെ, ചോദ്യം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഈ സെക്ഷനിൽ നിന്ന് ഒരു സെറ്റ് കൂടി, കുറച്ച് ചോദ്യം കൂടി നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം അത് ശരിയാവുന്നുണ്ട് എന്ന കാര്യമൊക്കെ നിങ്ങളൊന്ന് രേഖപ്പെടുത്തണം. കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊന്ന് പറയണം. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സ്പീഡിൽ നാം പറഞ്ഞു പോകുമ്പോൾ നമുക്കൊരു ടച്ച് കിട്ടുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം. ഈ ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.